ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പാനന്തരം കോഴിക്കോട്ടെ കോൺഗ്രസിൽ കാര്യമായി എന്തൊക്കെയോ പുകയുന്നുണ്ട്. അതെ, DCC നേതൃത്വത്തിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ KC ശോഭിതയോട് വിശദീകരണം തേടിയെന്നാണ് ഇപ്പോൾ DCC പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. ശോഭിത തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ നടപടിയെടുക്കും. പരാതി പറയേണ്ടത് DCC ഓഫീസിലാണ്. PM നിയാസിന്റെ തോൽവിയെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് ഉടൻ പുറത്തുവിടുമെന്നും DCC പ്രസിഡന്റ് പറഞ്ഞു. പാറോപ്പടി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് എൻ്റെ ബാഗിൽ കിടക്കുകയാണ്. ഞാനിതുവരെ പുറത്തുവിട്ടിട്ടില്ല. അത് അന്വേഷിച്ച രണ്ടാളുകൾക്കും എനിക്കുമല്ലാതെ റിപ്പോർട്ട് എന്താണെന്ന് അറിയില്ല. അതെന്താണെന്നറിയാതെ ഇത്തരം പ്രതികരണം ഒരിക്കലും പാടില്ലാത്തതാണ്. അതുമായി ബന്ധപ്പെട്ട് പത്രങ്ങളിൽ വരുന്ന വാർത്തകളായാലും ഫേസ്ബുക്ക് പോസ്റ്റായാലും തെറ്റായ നടപടിയാണ്. KC ശോഭിത ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തകയാണ്, പ്രതിപക്ഷ നേതാവായിരുന്ന നഗരസഭയിൽ. ഈ കാര്യത്തിൽ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നടപടി പൂർണ്ണമായും തെറ്റാണ്. ഞാൻ അവരുടെ വിശദീകരണം ചോദിക്കുന്നുണ്ട്. അതവർ തിരുത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇല്ലെങ്കിൽ പാർട്ടി നേതൃത്വം ആലോചിച്ച് ആരും നടപടി സ്വീകരിക്കും. എന്തായാലും 1-2 ദിവസം കൊടുക്കില്ല അതിൻ്റെ റിപ്പോർട്ട് ഞാൻ മാധ്യമങ്ങൾ തന്നിരിക്കും. T. നന്ദഗോപാൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നന്ദഗോപാൽ, കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ശോഭിത തനിക്ക് പറയാനുള്ളത് പറഞ്ഞതും തന്റെ രോഷം പ്രകടിപ്പിച്ചതും അതൃപ്തി അറിയിച്ചതും. ഇപ്പോൾ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണോ? അതായത് KC ശോഭിതയുടെ ഈ ഒരു പ്രതികരണത്തിലാണ് ഇപ്പോൾ DCC അധ്യക്ഷൻ തന്നെ രംഗത്തെത്തിയിട്ടുള്ളത്. ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കാം ശോഭിത ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് എന്നുള്ളതാണ് DCC അധ്യക്ഷൻ K. പ്രവീൺകുമാർ പറയുന്നത്. അത് കാര്യത്തിൽ ഒരു വിശദീകരണം ചോദിക്കുമെന്നുള്ളതും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ ശോഭിതയ്ക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ് PM നയാസ്. അതോടൊപ്പം തന്നെ UDF മേയർ സ്ഥാനാർത്ഥിയുമായിരുന്നു. അദ്ദേഹത്തെ വലിയ പ്രതീക്ഷകളോടെയാണ് പാറോപ്പടിയിൽ മത്സരിക്കാൻ വേണ്ടി എത്തിച്ചത്. പക്ഷേ അവിടെ ഉണ്ടായ തോൽവി വളരെ ഗൗരവത്തോടു കൂടിയാണ് കോൺഗ്രസിന്റെ നേതൃത്വം നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് അതേ ഗൗരവത്തിൽ തന്നെ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തയ്യാറായി കഴിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ടിൽ ശോഭിതയ്ക്കെതിരെയും അതോടൊപ്പം തന്നെ അവരുടെ ഭർത്താവിനെതിരെയും ആരോപണങ്ങൾ ഉണ്ട് എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരുന്നു ശോഭിതയുടെ പ്രതികരണം ഉൾപ്പെടെ ഉണ്ടായത്. പക്ഷേ അത്തരം ഒരു റിപ്പോർട്ട് താൻ പുറത്തു വിട്ടിട്ടില്ല എന്നുള്ളതാണ് K. പ്രവീൺകുമാർ തന്നെ പറയുന്നത്. തൻ്റെ കയ്യിൽ തന്നെയുള്ള ഒരു റിപ്പോർട്ടാണ്. അതിൽ നിന്നും ഇത്തരത്തിൽ ശോഭിതയുടെ പേരുണ്ട് എന്നുൾപ്പെടെ ഊഹിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് നടത്തിയത് എന്നുള്ളതായിരുന്നു പ്രവീൺകുമാർ പറയുന്നത്. ഏതായാലും അടുത്ത ദിവസം തന്നെ ഇത് പുറത്തു വിടുമെന്നുള്ളതും പ്രവീൺകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാറോപ്പടിയിൽ മാത്രമല്ല, അതോടൊപ്പം പാളയം, ചാലപ്പുറം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നിട്ടുണ്ട് എന്നുള്ളതും പ്രവീൺകുമാർ പറയുന്നുണ്ട്. അത്തരത്തിൽ ഗൗരവത്തോടെ കാണുന്ന അന്വേഷണം പാറോപ്പടിയിലേതാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്ന ശേഷമായിരിക്കും കൂടുതൽ നടപടികൾ ഉണ്ടാകുക എന്നുള്ളതും പ്രവീൺകുമാർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്.